ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നിച്ചുവിൻ്റെ ഒരു അംഗൻവാടി റുട്ടീൻ കം ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതാ നിച്ചു കിടന്ന് ഉറങ്ങുകയാണ്, എണീറ്റിട്ടില്ല. നിച്ചുവിനെ വിളിക്കാൻ പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോണത് ഒരു ആക്ടിങ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി അത് വീഡിയോ എടുക്കാൻ ക്യാമറ ബെഡിൽ സെറ്റ് ചെയ്യുന്നത് അവൾ കണ്ടു. അവൾ അപ്പോഴേക്കും എണീറ്റു. സാധാരണ ഞാൻ ചെന്ന് കുത്തിപ്പൊക്കിയൊക്കെ എണീപ്പിച്ചാലാണ് അവൾ എണീക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എണീറ്റ് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, നീ ഉറങ്ങണ പോലെ കാണിക്കാം, അമ്മ വന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. ഇനി പല്ല് തേച്ച് കുളിച്ച് പാപ്പൊക്കെ കഴിച്ച് അങ്കവാടി പോണല്ലേ? പോവാം, നമുക്ക് റെഡിയാവാം. അപ്പോൾ അതേ നിച്ചൂട്ടി കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായടാ നിച്ചു? ഉണ്ണിയാർച്ചയായിട്ട് നിൽക്കുക. ഇങ്ങനെ കെട്ടിയിട്ട് ഉണ്ണിയാർച്ചയാണെന്ന് പറയാം. ഉണ്ണിയാർച്ചക്കുട്ടിയായിട്ട് നിൽക്കണ്ട് അല്ലേ? ഇനി നമുക്ക് പാപ്പം കഴിക്കണ്ടേ? ഇന്ന് എന്താ പാപ്പം? നിച്ചുവിന് ഇഷ്ടപ്പെട്ട പാപ്പാണ്. അപ്പം ഞങ്ങൾ ഇഡലി പാപ്പം കഴിക്കട്ടെ. ഫുഡൊക്കെ പിന്നെ നിച്ചു തനിയെ കഴിച്ചോളും. പിന്നെ പുട്ടൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ വാരി വെച്ച് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡും തനിയെ കഴിക്കും. പിന്നെ ചോറ് ഞാൻ ഉള്ള സമയത്തൊക്കെ ഞാൻ വാരി കൊടുക്കാറുണ്ട്. അംഗൻവാടിയിൽ പിന്നെ തനിയാണ് കഞ്ഞി കുടിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ ഉള്ളപ്പോൾ ഞാൻ കൊടുക്കും. കാരണം ഒന്നാമത് കുറേ ടൈം കൊടുക്കും. പിന്നെ പകുതി മുക്കാലും പുറത്തായിരിക്കും. അപ്പം അതൊക്കെ കുറേശ്ശെ കഴിപ്പിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തനിയെ കഴിക്കാൻ കൊടുക്കും. അങ്ങനെ ശീലിപ്പിച്ച് വരുന്നേ ഉള്ളൂ. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടുമിക്കതും അവൾ തനിയെ കഴിച്ചോളും. പിന്നെ അത് ആ ഫുഡൊക്കെ കഴിഞ്ഞ് അവളെ റെഡിയാക്കുകയാണ് അംഗൻവാടിയിൽ പോകാൻ. ഉടുപ്പും മാലയും ഒക്കെ ഇടിയിച്ച്. പിന്നെ ഞാൻ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ ലൈറ്റ് പ്രോബ്ലം ഉണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ ലൈറ്റ് ഡിമ്മും ഇതൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് അത്ര കാണാൻ പറ്റില്ലായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളിതാ അംഗൻവാടിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ മിക്കപ്പോഴും സ്കൂട്ടർ തന്നെയാണ് പോവാറ്. പിന്നെ ഇന്നിപ്പോൾ വ്ളോഗും കൂടി എടുക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ സ്ഥലമൊക്കെ കാണിക്കാം, പോകുന്ന വഴി കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നടന്നു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ നടക്കും. പിന്നെ മടിയൊക്കെ വരുമ്പോൾ സ്കൂട്ടറിന് വേഗം അങ്ങ് കൊണ്ടുവന്നാക്കും. അങ്ങനെതാ നടന്ന് ഞങ്ങൾ അംഗൻവാടി എത്തി. അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് അവൾ ടാറ്റ പറയുന്നുണ്ട് എനിക്ക്. അത് ഞാൻ പക്ഷേ സീൻ എടുത്തു, റെക്കോർഡ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് അത് മിസ്സായി. അപ്പോൾ നിച്ചുവിനെ അംഗൻവാടിയിലാക്കി. ഇനിയിപ്പോൾ ഒരു 3:30 വരെ ഉണ്ട് അംഗൻവാടി. ഒരു 3:15 ആകുമ്പോഴേക്കും പോയി കൊണ്ടുവരും. പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ അവിടെ നിന്നാണല്ലോ. പിന്നെ 3 മണിയാകുമ്പോൾ അവർക്ക് ഉപ്പുമാവ് അല്ലെങ്കിൽ പായസം, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഉപ്പുമാവ് പായസം അങ്ങനെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കണ്ടോ. 3:15 ആകുമ്പോൾ പോയി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇനിയിപ്പോൾ അവൾ വന്നിട്ട് കാണും. നിച്ചുവിനെ അംഗൻവാടിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. പോയത് സ്കൂട്ടറിലാണ് കേട്ടോ. കാരണം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ടത് പെയ്യുന്നതിന് മുമ്പ് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി വേഗം സ്കൂട്ടർ എടുത്ത് പോയതാണ്. ഇവിടെ നിന്ന് പിന്നെ അധികം സീൻസൊന്നും ഷൂട്ട് ചെയ്തില്ല. വീട്ടിൽ കുറച്ച് കിളികളുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം അതുങ്ങളെ കളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. വന്ന ഉടനെ ഞാൻ പിന്നെ അവളെ മേല് കഴുകിക്കും. മേല് കഴുകിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവളോട് അംഗൻവാടിയിലെ വിശേഷമൊക്കെ ചോദിക്കും. പിന്നെ അവളുടെ ഒപ്പം കുറച്ച് നേരം ഞാൻ കളിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അവൾ തനിയെ കളിച്ചോളും. അപ്പോൾ അതിനിടയ്ക്ക് ഇന്ന് നടന്നു പോയപ്പോൾ ചെറുതായിട്ടൊന്ന് വീണിട്ടൊന്ന് ഇത്തിരി പൊട്ടി. അപ്പോൾ അതൊന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ്. അതിനിടയിൽ കൂടി ഞാൻ അംഗൻവാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കഴിച്ചു ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം അവളുടെ കൂടെ കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൾ തനിയൊക്കെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കി പരിപാടികൾ.
2 പോയി, 3 പോയി, 4 പോയി, 5 പോയി, 6 പോയി, 7 പോയി, 8 പോയി, 9 പോയി. കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചായ വെച്ചവൾ കട്ടൻ ചായ കുടിക്കുള്ളൂ, പാലും പാൽച്ചായ ഒന്നും കുടിക്കില്ല. പിന്നെ ഇടയ്ക്ക് ചുമ വരുന്നതുകൊണ്ട് പാലധികം കൊടുക്കണ്ടെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് പാൽച്ചായയും അവൾക്ക് കട്ടൻ ചായയും, പിന്നെ അവൾ ഇഡലിയും കഴിക്കുന്നുണ്ട് രാവിലത്തെ ബാക്കി. അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞു. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം പുറത്ത് നടക്കാനിറങ്ങി. ആദ്യം അമ്പലത്തിൽ പോവാമെന്നാണ് പറഞ്ഞത്, പിന്നെ ഓർത്തെ ഉച്ചയ്ക്ക് മുട്ട കഴിച്ചു, പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പുറത്ത് കുറച്ച് നേരം കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പോൾ അവളുടെ അംഗൻവാടിയിലുള്ളൊരു കുട്ടി, ഇവിടെയുള്ള ഒരു കുട്ടി അംഗൻവാടിയിലുണ്ട്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവളുടെ ഒപ്പം കളിച്ചു. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നടന്നൊന്ന് ഉഷാറായി. ഇത് പിന്നെ ദച്ചുവിനെ വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ദച്ചുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവളുടെ കുറച്ച് അഭ്യാസങ്ങൾ, പിന്നെ ഇവളുടെ കുറച്ച് അഭ്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൾക്ക് ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റഡ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ബണ്ണ് കിട്ടി. ആ ബണ്ണ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുക. ചിക്കനൊന്നും അവൾ കഴിക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾ ചോറ് കഴിച്ചില്ല. ഒരു മുട്ട പുഴുങ്ങിയത് മാത്രം പിന്നെ മതിയെന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് അത് കഴിച്ചു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സ്റ്റഡി ടൈമാണ്. സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ABCD, പിന്നെ മന്ത്സ്, നമ്പേഴ്സ്, അങ്ങനെയൊക്കെ കുറച്ച് പഠിപ്പിക്കും. പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ പറയിപ്പിച്ച് കഴിയുമ്പോൾ കുറേശ്ശെ പഠിച്ചോളുമല്ലോ. അപ്പോൾ അത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ദിവസവും കുറച്ച് നേരം അങ്ങനെ ഇരുത്തിയിട്ട് പറയിപ്പിക്കാറുണ്ട്. അതിനിടയിൽ അവളുടെ അച്ഛനൊക്കെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അത് ഞാനും അവളോട് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം നിച്ചുവിൻ്റെ പോണത്, അംഗൻവാടിയുള്ളൊരു ദിവസം. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഇപ്പോഴും ഉറങ്ങാനായിട്ട് കിടത്തിയേക്കാണ്, പക്ഷെ പെട്ടെന്നൊന്നും ഉറങ്ങില്ല. കുറച്ച് നേരമൊക്കെ കളിച്ചൊക്കെ കിടന്നിട്ടാണ് ഉറക്കമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കിടത്തി ഉറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പം ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.